ഹായ്, ഞാൻ ടെസ്സി. ഞാൻ കേരളത്തിന് വെളിയിൽ ഒറീസയിലാണ് താമസിക്കുന്നത്. ഒറീസയിലെ ഭുവനേശ്വരത്ത്. അവിടെയൊക്കെ ഉള്ളൊരു പായസമാണ് കിരി എന്ന് പറയും. അവിടുത്തെ ഫേമസ് ആണിത്. ഇപ്പം ഞാൻ കേരളത്തിലാണല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു പായസം കേരളത്തിൽ ഒറീസയിലെ പായസം ഇവിടെയും കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഭയങ്കര ടേസ്റ്റുള്ളൊരു പായസമാണിത്. നമ്മൾ സാധാരണ ബിരിയാണി അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് അതിനകത്ത് എന്തൊക്കെ ചേർക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയാം. പായസത്തിന് നമുക്ക് പച്ചരി, അത് ബിരിയാണി ഉണ്ടാക്കുന്ന പച്ചരി മതി. പിന്നെ അതിനകത്ത് പഞ്ചസാര. അപ്പം മധുരം ഓരോരുത്തർക്കും ഒരു ഇഷ്ടം ഉണ്ടാവും. ചിലർക്ക് ഇച്ചിരി കൂടുതൽ വേണ്ടി വരും, ചിലർക്ക് കുറഞ്ഞ പഞ്ചസാര. അത് ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്ക് ഇഷ്ടം പോലെ ചേർക്കാം. പിന്നെ അതിൻ്റെ അകത്ത് കിസ്മിസ് വേണം. കിസ്മിസ് കിസ്മിസിന് കറുത്ത മുന്തിരി ആണെങ്കിലും ചേർക്കാം. പിന്നെ ഈ കിസ്മിസും റൈസിൻസും രണ്ട് വേണമെങ്കിലും ചേർക്കാം, നമ്മുടെ ഇഷ്ടം പോലെ. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കിസ്മിസ് തന്നെയാണ്. പിന്നെ നെയ്യ് ചേർക്കുന്നുണ്ട്. ഏലക്ക, പിന്നെ ഇത് പേട വേണം. കപ്പലണ്ടി പരിപ്പ്, അത് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ഇച്ചിരൂടെ നല്ലതായിരിക്കും. പിന്നെ ഉപ്പ് പായസത്തിന് ചേർക്കുന്ന കുറച്ച് ഒരു നുള്ളു ഉപ്പും കൂടെ അതിനകത്ത് ചേർക്കണം. കാരണം അതിനൊരു ടേസ്റ്റ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. പിന്നെ മിൽക്ക് മെയ്ഡ് ചേർക്കണം. പിന്നെ അതിനകത്ത് ചേർക്കാൻ വേണ്ടത് ബേ ലീഫിൻ്റെ ഒരു ഫ്ലേവറാണ് ഈ നോർത്ത് ഇന്ത്യയിലെ പായസത്തിനൊക്കെ അതിൻ്റെ ഒരു കിരിക്ക് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് വരുത്തുന്നത്. അപ്പോൾ അതും ചേർക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ പാലും ചേർക്കുന്നുണ്ട്, പാൽപ്പൊടിയും ചേർക്കുന്നുണ്ട്. പാൽപ്പൊടിയും കൊണ്ടല്ല അതിന് ഇച്ചിരി തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാൽപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ എന്നാൽ ശരി, നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് പച്ചരിയാണ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ആ പച്ചരി നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് 1 ലിറ്റർ പാലൊഴിച്ചിട്ട് കുറച്ച് അമൂലിനും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വേവിക്കണം. നമുക്കിത് ചെറിയ ഉരുളിയിലൊക്കെ വേവിക്കാൻ പറ്റും, പക്ഷേ നമുക്ക് സമയം കുറേ വേണ്ടതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കുക്കറിലിട്ട് വേവിക്കുന്നത്. കുക്കറിലിട്ട് നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് സമയമില്ല. ഇപ്പോൾ എല്ലാവർക്കും തിരക്കിലാണല്ലോ, ഒരുപാട് സമയത്ത് ഇളക്കി പിടിച്ചൊന്നുണ്ടാക്കാൻ ആർക്കും നേരമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആക്കുവാകുമ്പോൾ നമുക്ക് എളുപ്പമാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക്. അപ്പോൾ ഞാനിതിട്ട് ആക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ലിറ്റർ പാല് പൊട്ടിച്ചൊഴിക്കണം. ഒരുപാട് പാല് ഒരുമിച്ച് സമയത്ത് ഒഴിക്കുമ്പോൾ കുക്കറിൻ്റെ കൂടെ ചീറ്റിയിട്ട് പുറത്ത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 1 ലിറ്റർ പാല് മാത്രം ഇപ്പോൾ ഒഴിക്കുന്നത്. ഇപ്പോൾ പാല് 1 ലിറ്റർ നമ്മൾ 2 ഗ്ലാസ് ആയിരിക്കും. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ്. ഇപ്പം നമുക്കിപ്പോൾ ഈ കോഫി നമ്മൾ ചായ കുടിക്കുന്ന കപ്പില്ല, അതിന് 2 ഗ്ലാസ് ആണെങ്കിലും എടുക്കാം. അതിനൊന്നും കുഴപ്പമില്ല. എന്നാൽ നല്ല തിക്കായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അളവ് എടുത്തത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ അകത്തിട്ട് നമ്മൾക്ക് ഒരു 2 ടീസ്പൂണോളം ഇതിൽ നമുക്ക് 2 സ്പൂണോളം അമൂൽ പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ബേ ലീഫും ഇതൊരു 2-3 എണ്ണവും ഒരു 2-3 കഷ്ണം കറുവാപ്പട്ടയും കൂടെ ഇട്ട് കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസവും വരുത്തുന്നത്. ഇത് നമുക്കൊന്ന് തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ അമൂലിനെല്ലാം കൂടെ ഒന്ന് ശരിക്കും ഇളകാൻ വേണ്ടിയിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കത് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് കുക്കറിൽ വെച്ചിട്ട് 1 വിസിലാക്കണം. ഇതിനിപ്പോൾ ഒരു വിസിലടിക്കരുത്. വിസിലടിച്ചു കഴിഞ്ഞാൽ ആ പാലങ്ങോട്ട് ചീറ്റി തെറിച്ച് പോകും. പാലായതുകൊണ്ട് മറ്റേത് പിന്നെ അരിയൊക്കെ ചോറൊക്കെ ആണെങ്കിൽ വെള്ളം പോയാലും കുഴപ്പമില്ല, നമ്മുടെ പാല് വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ വിസിലാകാനായി കഴിയുമ്പോൾ നമുക്കിത് ഓഫാക്കണം. എന്നിട്ട് ആ ചൂടിൽ അവിടെ ഇരുന്ന് വെന്തോളും. വെന്തില്ലെങ്കിൽ നമുക്ക് പിന്നെ അടുത്ത ട്രിപ്പ് വേണം പഞ്ചസാര ഇട്ട് വേവിക്കാൻ. അപ്പോൾ ആദ്യം പഞ്ചസാര ഇട്ട് കൊടുത്താൽ പാല് പിന്നെ വേവത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാര അടുത്ത ട്രിപ്പിൽ ഇതിടുള്ളൂ. ഇതിപ്പോൾ ഒരു വിസിലാവാനായി കഴിയുമ്പോൾ നമ്മളിത് ഓഫാക്കിയിട്ട് തണുത്തിട്ട് പഞ്ചസാര ഇട്ട് കുറച്ച് 1 ലിറ്റർ 1/2 ലിറ്റർ പാലിട്ട് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ വിസിൽ ആവാനായി. ഇനി ഇത് വിസിലായി കഴിഞ്ഞാൽ പാൽ ഇതിലെ ചീറ്റിങ് പോരും. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഓഫാക്കുകയാണ്. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പഞ്ചസാരയും പേടയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ വിസിലടിപ്പിക്കണം. ശരിയേ, ഓഫാക്കട്ടെ.
അപ്പോൾ നമ്മൾ കുക്കർ ഓഫാക്കിയിട്ട് കുറച്ച് നേരമായിരുന്നു. നമുക്ക് തുറന്ന് നോക്കാം ഏത് പരുവായിരുന്നു. വെന്തിട്ടുണ്ടാവും. ഇളക്കി നോക്കട്ടെ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് പഞ്ചസാരയും പാലും പേടയും കൂടെ ചേർത്ത് നന്നായിട്ട് വേകണം ഇത്, അല്ലെങ്കിൽ ശരിയാവില്ല. പഞ്ചസാര മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുന്നത് കാരണം പഞ്ചസാര ഒന്ന് കണക്കാക്കിയേ ചേർക്കാവുള്ളൂ. കാരണം എല്ലാവർക്കും പേട ഒരു 5 പേട ഇതിനകത്തേക്ക് ഇടുന്നു. മിൽക്ക് മെയ്ഡ് ഒരുപാട് വേണ്ട, എന്നാലും ഒരു 1/4 ടീനോളം മിൽക്ക് മെയ്ഡ് ഇതിനകത്തേക്ക് ചേർക്കും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ലിറ്റർ പാലൂടെ കട്ട് ചെയ്ത് ഒഴിക്കാം. പാലൊഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി വെച്ചിട്ട് നമുക്കൊന്നും കൂടി ഇത് കുക്കറിലൊക്കെ ഒന്നുകൂടെ വെച്ച് ഗ്യാസ് സ്റ്റവ് വെച്ച് വിസിൽ ചെയ്യിപ്പിക്കാം. ഒറ്റ വിസിലടിച്ചാൽ മതി. ഇത് ഒറീസയിൽ ഉണ്ടാക്കുന്ന കിരിയാണ്. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാ സദ്യയിലും ഈ ഒരു കിരി ഉണ്ടായിരിക്കും. അവർക്ക് ഭയങ്കര മസ്റ്റായിട്ടുള്ളൊരു സാധനമാണിത്. അവർക്ക് കിരി ഭയങ്കര ഇഷ്ടമാണ്. മധുരപ്രിയരാണ് ഒറീസക്കാർ. നോർത്ത് ഇന്ത്യൻസ് പൊതുവേ മധുരപ്രിയരാണ്. വളരെ നല്ലതാണ്. പക്ഷേ ഒറീസയിൽ ഭയങ്കര ഫുഡി ആയിട്ടുള്ള ആൾക്കാരാണ്. നല്ല ഫുഡ്, ഒത്തിരി വെറൈറ്റി ഫുഡ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് എല്ലാം. ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ അവർക്ക് ഒരു കോംപ്രമൈസും ഇല്ല. നല്ല നല്ല പായസമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കണം, കഴിച്ചു നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. ഉണ്ടാക്കാൻ എളുപ്പമാണ്. കുക്കറിൽ വെച്ച് വേഗം പണി കഴിയുമല്ലോ. അപ്പോൾ ഇത് വിസിലടിക്കാനായി വരുന്നു. അത് ഓഫാക്കി വെക്കുവാണ് നമ്മൾ. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ അകത്തോട്ട് കിസ്മിസും കപ്പലണ്ടിപ്പരിപ്പും എല്ലാം വറുത്ത് ഇട്ടാൽ സംഗതി റെഡിയായി. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. തണുത്തു. നമുക്കിത് തുറന്നു നോക്കാം എന്തായി എന്നറിയണ്ടേ നമ്മുടെ പായസത്തിൻ്റെ. ആഹാ, നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. നോക്കിക്കേ. മൂന്ന് ഇളക്കാം. പേടയെല്ലാം അങ്ങ് അലിഞ്ഞ് ചേർന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉടച്ചെടുക്കണം. പേടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ചേർന്ന് ഇതിൻ്റെ അകത്താവണം. നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. നല്ലോണം വേണം അരി ഉണ്ടോ, നന്നായിട്ട് വെന്ത് വരണം. എന്നാലേ അതിൻ്റെ ശരിയായ സ്ട്രക്ചർ വരുള്ളൂ. ഇതിൻ്റെ അകത്ത് പേട ആരും സാധാരണ പായസത്തിൽ ചേർക്കാറില്ല. അത് ഈ പാല് തന്നെ പറ്റിച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പേട ചേർക്കുന്നത്. പാല് തന്നെ ആകുമ്പോൾ അത് ഇങ്ങനെ അയഞ്ഞിട്ടില്ലേ ഇരിക്കുന്നേ. പേട പാല് കുറുക്കിയെടുത്ത് ഉണ്ടാക്കുന്നതായതാണ് അതിനൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പേട ചേർക്കുന്നത്. പേട ചേർക്കുമ്പോൾ പായസത്തിൻ്റെ ഒരു നിറവ്യത്യാസവും കൂടെ വരും. ഒരു ചെറിയൊരു ബ്രൗണിഷ് കളർ. നമുക്കിത് ഇതിൻ്റെ അകത്തോട്ട് മാറ്റാം. നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ബാക്കി പാലൂടെ ചേർത്ത് എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല തോണ്ടിയിടാം കേട്ടോ, ഒന്നും കളയണ്ട. കാരണം നല്ല നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് സാധനമൊക്കെ ഉണ്ടാക്കുന്നതല്ലേ. ഒന്ന് അടുപ്പത്ത് വെച്ച് ബാക്കി പാലും മധുരം ഉപ്പും ഒക്കെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ബാക്കി പാലും കൂടെ ചേർത്ത് ഒന്ന് നീട്ടണം. അത് ചിലർക്ക് പഞ്ചസാര മധുരം ഇച്ചിരി കുറച്ച് മതിയായിരിക്കും, ചിലർക്ക് നോർമലായിരിക്കും. അത് ഓരോരുത്തർ ഇഷ്ടമാണ്. ചിലർക്ക് കൂടുതൽ നിൽക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പഞ്ചസാര നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒന്ന് തിളക്കട്ടെ, എന്നിട്ട് മധുരം ഒന്ന് നോക്കട്ടെ മധുരം എത്രയുണ്ടെന്ന് നോക്കട്ടെ. മധുരം ഇച്ചിരി കുറവുണ്ട്. ലേശം പഞ്ചസാരയോടെ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ പാലായതുകൊണ്ട് പ്രത്യേകിച്ചും അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് തിളച്ചാൽ മതി. തിളച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഇട്ട് നമുക്ക് വാർത്ത് പിന്നെ ഇത് ചേർത്താൽ മാത്രം മതി, കടുക് വറുത്താൽ മാത്രം മതി. ഇനി നമുക്ക് നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് തിളച്ചു. നമുക്ക് ഇതിനകത്തോട്ട് ഏലക്കയുടെ പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് ഏലക്കയുടെ പൊടി ഇച്ചിരി എല്ലാ ടേസ്റ്റും നല്ലതല്ലേ ഏലക്ക. നമ്മൾ എല്ലാ പായസത്തിനും ചേർക്കുന്ന സാധനം തന്നെയാണ് ഏലക്കാപ്പൊടി. അത് നന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഒന്നങ്ങ് ഇളക്കുക. ഏലക്കപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തോട്ട് ഒരു ഞുള്ള് ഉപ്പ്
അധികം ചേർക്കണ്ട, ഒരു ഞുള്ളു ഉപ്പും കൂടി ചേർത്ത് നമുക്കങ്ങനെ ഇളക്കി വെച്ചിട്ട് വാങ്ങാം. അപ്പം പായസം റെഡിയായി, ഓഫാക്കുവാണ്. ഇനി ഇതിനകത്ത് പേട ഇല്ല എങ്കിൽ ഖോവ എന്ന് പറഞ്ഞ സാധനവും ഈ പാല് തന്നെ പറ്റിച്ചുണ്ടാക്കുന്ന സാധനമാണ് ഖോവ എന്ന് പറയുന്നത്. അത് ഇവിടെ ഒന്നും കിട്ടത്തില്ല, നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് അത് കിട്ടുന്നത്. അത് കിട്ടുവാണെങ്കിൽ അത് ചേർക്കാം, അതാണ് ഒന്നുകൂടെ ബെറ്റർ. ഇനി നമുക്കിത് സ്റ്റൗ ഓഫാക്കാം. അപ്പോൾ നമുക്കിതുമെല്ലാം അങ്ങ് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം. ഒരു തുണിയോ കൂട്ടി പിടിച്ചോണം, അല്ലെങ്കിൽ ചിലപ്പോൾ കൈയുടെ പണി കഴിഞ്ഞ് കിട്ടും. പായസം വാങ്ങി വെച്ചു. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതിനകത്തൊരു ചീനിച്ചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നെയ്യിലേക്ക് നമ്മുടെ കപ്പലണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കാം. കശുവണ്ടി ഒന്ന് മൂക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കശുവണ്ടി മൂക്കാൻ തുടങ്ങി, കിസ്മിസ് ഇടുവാണേ. കിസ്മിസ് കൂടി ഇട്ടങ്ങ് മൂപ്പിച്ച് വെച്ചിട്ട് ഇത് ഏകദേശം മൂത്തു. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. നമുക്കിനി ഇത് ഈ പായസത്തിൻ്റെ അകത്തേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കാം. ഇതാ ഇങ്ങോട്ട് ഒഴിക്കാൻ പോവാണേ. ഓക്കെ, ഒന്ന് ഇളക്കാം. അപ്പോൾ നമുക്കിതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ട് നമുക്കൊരു പാത്രം എടുത്ത് അതിനകത്തേക്ക് സെർവ് ചെയ്യാം. ബാക്കി നട്ട്സും എല്ലാം കൂടെ നമുക്കിതിൻ്റെ മേലെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഗാർണിഷ് ചെയ്ത് വെക്കാം. അപ്പോൾ പായസം റെഡിയായി. പായസം എല്ലാവരും കഴിച്ചു നോക്കണം, എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ എല്ലാവർക്കും ഈ പായസം